പൊതുജനങ്ങൾക്ക് ഭീഷണിയാവുകയും കൃഷിനാശം വരുത്തുകയും ചെയ്തുവന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. ആറ്റിങ്ങൽ നഗരസഭയിലെ വാർഡ് 7 ഗ്രാമത്തമ്മുക്ക്, വാർഡ് 4 LMS എന്നിവിടങ്ങളിലാണ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത്. കഴിഞ്ഞ ദിവസം രാത്രി നഗരസഭാ പരിധിയിൽ കാട്ടുപന്നിയുടെ ശല്യമുള്ള പ്രദേശങ്ങളിൽ നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ 4 അംഗീകൃത ഷൂട്ടർമാർ അടങ്ങുന്ന സംഘം വ്യാപക പരിശോധന നടത്തുകയും പരിശോധനയിൽ 2 കാട്ടുപന്നികളെ ഷൂട്ടർമാർ വെടിവെച്ചിടുകയുമായിരുന്നു. ഞങ്ങൾ 4 പേരാണ് ഞങ്ങളുടെ ഗവൺമെൻറ് അംഗീകരിച്ച ഫോറസ്റ്റ് എംപാനൽ ഷൂട്ടേഴ്സാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് നമ്മൾ ഇപ്പോൾ ഈ പന്നി ശല്യമുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി പന്നിയെ വെടിവെക്കും. അതിപ്പോൾ യഥാർത്ഥത്തിൽ കർഷകരെ സ്നേഹിക്കുക എന്നുള്ളൊരിതാണ്, കർഷകർക്ക് വേണ്ടിയുള്ളൊരിതാണ്. നമ്മളൊക്കെ കർഷക കുടുംബത്തിൽ വന്നുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കൊരു ഈ കാർഷിക വിളകൾ നശിപ്പിക്കുന്ന ജീവി, കാരണം ഒരു കർഷകൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. ഒരു ലോൺ എടുത്തും കഷ്ടപ്പെട്ടും വളരെ പാടുപെട്ടുമൊക്കെയാണ് നമ്മളിപ്പോൾ ഈ കൃഷി ചെയ്യുന്നത്. അപ്പോൾ കൃഷി ചെയ്ത് ഏതാണ്ട് വിളവ് വരുമ്പോഴത്തേക്ക് ഈ പന്നി വന്ന് മൊത്തം നശിപ്പിച്ച് കളയുക, തിന്നുകൊണ്ട് പോകുകയല്ല യഥാർത്ഥത്തിൽ. ഇതൊരു ഡിസ്ട്രക്ഷനാണ്, അതായത് മൊത്തം അങ്ങ് നശിപ്പിച്ച് കളയുകയാണ്, കൃഷിക്കാരനെ മുഴുവനായിട്ട് നശിപ്പിക്കുക. അപ്പോൾ ഒരുപാട് ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്ന ഇതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് തന്നെ ഒരു വിഷമം തന്നെ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഇതൊരു റെമ്യൂണറേഷൻ ഉദ്ദേശിച്ചല്ല ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇത് ചെയ്യുന്നത്, ഒരു സർവീസാണ്, സോഷ്യൽ സർവീസ്, അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 12 ബോർ ഷോട്ട് ഗൺ, അതിൻ്റെ സിംഗിൾ ബാരലും ഡബിൾ ബാരലുമാണ് ഇതിൻ്റെ പർപ്പസിന് ഏറ്റവും നല്ലത്. കാരണം ഡബിൾ ബാരലാകുമ്പോൾ നമുക്കൊരു വെടി കൊണ്ട് ഒരെണ്ണം പെട്ടെന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഒരു വെടി കൂടെ കൊടുക്കാം, സൈമൾട്ടേനിയസ് ഫയറിംഗ് എന്നുള്ളൊരു സൗകര്യമുണ്ട്. പിന്നെ ഒരു റൈഫിൾ നമ്മൾ കൊണ്ട് വന്നിട്ടുണ്ട്, അത് വളരെ അകലത്തിലൊന്ന് വെടിവെക്കാം, അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ ഒരു ഹാൻഡ് ഗൺ എന്നുള്ള രീതിയിൽ ഒരു പിസ്റ്റൽ, അത് വെടികൊണ്ട് വീണ സാധനത്തിന് പെട്ടെന്ന് അടുത്ത് ചെന്ന് അത് വെച്ച് നമുക്ക് വെടിവെക്കാം. അപ്പോൾ ഒരെണ്ണം വെടി കൊണ്ട് നമ്മുടെ നിന്ന് രക്ഷപ്പെടാതെ നമ്മൾ പരമാവധി നോക്കും. അപ്പോൾ നമ്മൾ ഈ 4 പേരെന്ന് പറയുന്നത് ഇത് നമ്മൾ വളരെ ഡെഡിക്കേറ്റഡ് ആണ്. 4 പേരും കേരള സ്റ്റേറ്റ് ഷൂട്ടേഴ്സാണ്. അത് രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ കാട്ടുപന്നികൾ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ കൂട്ടമായും അല്ലാതെയും എത്തി വലിയ രീതിയിൽ കൃഷിനാശം വരുത്തുന്നത് പതിവാണ്. ഇത്തരത്തിൽ കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമായതോടെ കൃഷിക്കാർ ഭൂരിഭാഗവും കൃഷിയിറക്കാത്ത സാഹചര്യമാണ് നിലവിൽ. ഇതിനു മുമ്പ് പലതവണ നഗരസഭയുടെ നേതൃത്വത്തിൽ കൃഷിനാശം വരുത്തി വന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നിരുന്നു. നഗരസഭാ പരിധിയിൽ മാമം, കരിച്ചയിൽ, തോട്ടവാരം തുടങ്ങിയ നിരവധി പ്രദേശങ്ങളിൽ ഏക്കർ കണക്കിന് സ്വകാര്യ വ്യക്തികളുടെ ഭൂമി കാട് കയറിയ നിലയിലാണ്. ഇത് കാട്ടുപന്നികൾ ക്രമാതീതമായി പെറ്റുപെരുകാൻ വഴിവെക്കുന്നു. എന്നാൽ ഇത്തരത്തിൽ കാട് കയറിയ സ്വകാര്യ വ്യക്തികളുടെ ഭൂമി വൃത്തിയാക്കണം എന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിരവധി പരാതികൾ നഗരസഭയ്ക്ക് നൽകിയെങ്കിലും ഇതിനെതിരെ യാതൊരു നടപടിയും നഗരസഭ കൈക്കൊണ്ടില്ലെന്നും ആക്ഷേപമുണ്ട്. എന്തായാലും ആറ്റിങ്ങൽ നഗരസഭാ പരിധിയിൽ മനുഷ്യജീവന് ഭീഷണിയും കൃഷിനാശം വരുത്തുന്നതുമായ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന് വേണ്ട നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം അറിയിച്ചു. അംഗീകൃത ഷൂട്ടർമാരായ ജവഹർലാൽ, വിമൽകുമാർ, സുധർമ്മൻ, അനിൽകുമാർ എന്നിവരെ കൂടാതെ നഗരസഭ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ റാഫി, ബിജു, ജീവനക്കാരായ ശശികുമാർ, മനോജ്, അജീഷ് എന്നിവർ അടങ്ങിയ സംഘമാണ് കഴിഞ്ഞ ദിവസം നടന്ന പരിശോധനയിൽ പങ്കെടുത്തത്. ബീക്കൺ ന്യൂസ്, ആറ്റിങ്ങൽ.